അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി എപ്പോഴും അരുളുന്നു അഖില വിഭാഗത്തിൻ നാദനിലെ റഹ്മത്തുൽ അലമീൻ ത്വഹ റസൂലിന്മേൽ റഹ്മാനെ നിൻ കൃപയേകിടല്ലാ. സാധുക്കളായുള്ള കുട്ടികൾ ഞങ്ങളെ സ്വാലിഹാം സന്താനമാക്കിടല്ലാ. നമ്മുടെ ചെറിയ കുട്ടികളുടെ മദ്രസയിലെ അവർ തുടങ്ങുന്ന സമയത്ത് ചെല്ലുന്ന ബൈത്താണത്. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ മദ്രസയിൽ നമ്മൾ പണ്ട് ചൊല്ലി വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് പഴമയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിക്കുകയാണ്. കുറച്ച് ആ ചെറിയ നമ്മുടെ 2ാം ക്ലാസ് 3ാം ക്ലാസ് മദ്രസ ഉണ്ടല്ലോ, ചെറിയ സ്കൂളിനൊന്നും പ്രാധാന്യമില്ലായിരുന്ന ഒരു കാലഘട്ടം, അവിടേക്കൊന്ന് തിരിച്ചു പോകാനായി നിങ്ങളെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഇസ്ലാം കാര്യം 5, കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് 2. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. പഠിച്ചതാണെങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെ ഓട്ടമല്ലയോ? എത്രയോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ട്. ബിസിനസ്, മക്കള്, സ്കൂള്, പിന്നെ വണ്ടി, വീട്, ഒന്നും പറയണ്ട. ഓരോരുത്തർക്ക് ഓരോ തരം ജോലികളാണ്. അപ്പം അതിൻ്റെ ഇടയിലെ പണ്ട് നമ്മൾ പേരക്കമ്പ് കൊണ്ട് മൊയിലാരുടെ കയ്യിൽ നിന്ന് അടികിട്ടി പഠിച്ച പലതും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ആ മറന്നു പോയവരെ ഒന്ന് ചെറുതായിട്ട് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു നമുക്കൊക്കെ ദീനിന്റെ അറിവുകൾ എന്നും ഓർമ്മയിൽ നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന ചെറിയ അൽഫുബാവ് പഠിപ്പിച്ച ഉസ്താദുമാർ മുതൽ ഇങ്ങേയറ്റം നമ്മളൊക്കെ കിതാബുകൾ ഓതി പഠിക്കുന്ന സമയത്ത്, ഓതി പഠിച്ചവർ അങ്ങനെ, ഓതി പഠിക്കാത്തവർ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് നമുക്കെല്ലാം ഓതി തന്ന ഉസ്താദുമാർ, അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നജാത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദ്വാരക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധ ഇസ്ലാം കാര്യങ്ങളിൽ 2ാമത്തേതാണ് നിസ്കാരം. ആ നിസ്കാരത്തെക്കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അസ്സലാത്ത് ഇമാദുദ്ദീൻ. നിസ്കാരം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണ്. 5 തൂണുകളാണ് ഇസ്ലാമിനുള്ളത്: ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. ഈ തൂണുകൾക്ക് മുകളിലാണ് ദീൻ എന്ന് പറയുന്ന ടെറസ് നിലകൊള്ളുന്നത്. ഈ 5 കാലിൽ ഏതെങ്കിലും ഒരു കാലിന് ശക്തി കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ 5 കാല് വാർക്കേണ്ടിടത്ത് എഞ്ചിനീയർ 4 കാലേ വാർത്തിട്ടുള്ളൂ എങ്കിൽ 5 കാല് വാർത്താൽ എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം 4 കാല് കൊണ്ട് ഇത് നിലനിൽക്കൂല. അതിനു മുമ്പ് തന്നെ ഇത് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് പൂർണ്ണവുമല്ല ആ കെട്ടിടം. അപ്പൊ നിസ്കാരം ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്. വമൻ തറക്കഹാ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരത്തെ ഒഴിവാക്കിയവൻ, നിസ്കരിക്കാതെ ജീവിക്കുന്നവൻ ആ തൂണിനെ പൊളിച്ചവനാണ്, അഥവാ ദീനിനെ തകർത്തവനാണ്. ദീനിന്റെ തൂണാണല്ലോ എന്ത്? നിസ്കാരം. അപ്പൊ ആ തൂണിനെ പൊളിച്ചവനാണ് നിസ്കാരമില്ലാത്തവൻ എന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഏറ്റവും വലിയ ഫാസിഖാണ്. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് 2 നേരത്തെ നിസ്കാരം, ളുഹർ നമസ്കാരം നിസ്കരിക്കാത്തവൻ